വേൾഡിൽ മൊത്തം കേൾക്കുന്നത് ഫുള്ള്. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 1-ാം അധ്യായം ധ്യാന ശ്ലോകം ആദ്യം പഠിച്ചു. പിന്നീട് 1-ാം അധ്യായത്തില് ആദ്യത്തെ ദിവസം 3 ശ്ലോകങ്ങളാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു അല്ലെ? അപ്പൊ എല്ലാരും ഒരുവിധം കുറെ പേര് അത് ചൊല്ലി അയച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പില്, വാട്സപ്പ് ഗ്രൂപ്പില്. അതൊന്നുകൂടെ പറയാൻ വേണ്ടി നമ്മള് AR ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹം ന്യൂഡൽഹിയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ വിളിക്കുകയാണ്. സുധീഷ് ജി. ഗോപാലകൃഷ്ണൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഓക്കെ. അപ്പൊ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 4 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. അത്ര ശൂരാ മഹേശ്വാസാഹ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. പാണ്ഡവപക്ഷത്ത് ആരൊക്കെയാണ് അണിനിരന്നിരിക്കുന്നത് എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോട് വിവരിക്കുകയാണ്. പാണ്ഡവ സൈന്യത്തിൽ ശൂരരും വലിയ വില്ലുകൾ ഏന്തിയവരുമായ, യുദ്ധത്തിൽ ഭീമാർജുന തുല്യരുമായ യുയുധാനനും വിരാടനും മഹാരഥനായ ദ്രുപദനുമുണ്ട് എന്ന് ദുര്യോധനൻ വിവരിക്കുകയാണ്. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും മനുഷ്യവംശത്തിൽ തന്നെ ശ്രേഷ്ഠനായ ശൈബ്യനുമുണ്ട് എന്ന് ദുര്യോധനൻ പറയുകയാണ്. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഃ. ദുര്യോധനൻ തുടർന്ന് പറയുന്നു, വിക്രമിയും പരാക്രമിയുമായ യുധാമന്യുവും വീര്യവാനായ ഉത്തമൗജസ്സും സുഭദ്രാതനയനായ അഭിമന്യുവും ദ്രൗപദി പുത്രന്മാരായ 5 പേരുമുണ്ട്. ഇവരെല്ലാം മഹാരഥന്മാരാണല്ലോ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ദ്രോണർക്ക് സന്തോഷമുണ്ടാവാൻ അദ്ദേഹത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് ദുര്യോധനൻ അഭിസംബോധന ചെയ്യുകയാണ്. തന്റെ കാര്യം സാധിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുന്നതിൽ മടിയില്ലാത്ത വ്യക്തിയാണ് ദുര്യോധനൻ. ദ്രോണരുടെ പൂർണ്ണ പിന്തുണ നേടുക എന്നതാണ് ഈ അവസാന നിമിഷത്തിൽ ദുര്യോധനന്റെ ലക്ഷ്യം. പാണ്ഡവപക്ഷത്തുള്ള മഹാരഥന്മാരെ പറ്റി പറഞ്ഞതിന് ശേഷം തന്റെ സൈന്യത്തിലെ വീരയോദ്ധാക്കളെ കുറിച്ച് ആചാര്യനെ ഓർമ്മിപ്പിക്കുകയാണ് ദുര്യോധനൻ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. സ്വന്തം സൈന്യത്തിലെ മഹാരഥന്മാരെ പറ്റി പരാമർശിക്കുമ്പോൾ ദുര്യോധനൻ ആദ്യം പരാമർശിച്ചത് ദ്രോണാചാര്യരെ തന്നെയായിരുന്നു. കൗരവ സൈന്യത്തെ നയിക്കുന്ന സേനാധിപനായ ഭീഷ്മരെ ആദ്യം സൂചിപ്പിക്കാതെ ദ്രോണാചാര്യരെ ദുര്യോധനൻ ആദ്യം സൂചിപ്പിച്ചത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായിരുന്നു. തുടർന്ന് പ്രശസ്തരായ ഭീഷ്മരെയും കർണനെയും പരാമർശിച്ച് ദ്രോണരുടെ ഭാര്യ സഹോദരനായ കൃപാചാര്യനെയും മകനായ അശ്വത്ഥാമാവിനെയും ദുര്യോധനൻ മഹാരഥന്മാരായാണ് വിശേഷിപ്പിച്ചത്. അത് ദ്രോണരിൽ സന്തോഷമുണ്ടാക്കുമെന്ന് ദുര്യോധനന് നന്നായിട്ടറിയാം. പിന്നീട് സ്വന്തം സഹോദരനായ വികർണനെ പറ്റിയാണ് ദുര്യോധനൻ ദ്രോണരോട് പറഞ്ഞത്. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ ത്യക്ത ജീവിതാഃ
നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മഹാരഥന്മാർ നമ്മുടെ പക്ഷത്തുണ്ടെന്ന അഹങ്കാരത്തോടെ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറഞ്ഞു. പ്രസ്തുത മഹാരഥന്മാരെല്ലാം ഭീഷ്മ പിതാമഹനോടുള്ള ആദരവ് മൂലമാണ് കൗരവപക്ഷത്ത് ചേർന്നതെന്ന യാഥാർത്ഥ്യം അഹങ്കാരിയായ ദുര്യോധനൻ ഓർക്കുന്നില്ല. അഹങ്കാരത്തിന്റെ അളവ് കൂടിയാൽ പിന്നെ അജ്ഞാനമായിരിക്കും മനുഷ്യനെ നയിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദി ഗോപാലകൃഷ്ണൻ സാറേ. അടുത്തതായിട്ട് നമുക്ക് ഗീത ചേച്ചിയാണ്. ചേച്ചി വിളിക്കുന്നു. കാണുന്നുണ്ടോ? കാണാം. പറഞ്ഞോളൂ. ഓം അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. പാണ്ഡവസേനയിൽ ഭീമാർജുനന്മാരോട് സമമായി നിൽക്കുന്ന യുയാധുനനും വിരാടനും ദ്രുപദനും അണിനിരന്നിട്ടുണ്ട്. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. ദൃഷ്ടകേതുവും ചേകിതാനനും കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും മനുഷ്യവംശത്തിൽ ശ്രേഷ്ഠനായ ശൈബ്യനും അണിനിരന്നിട്ടുണ്ട്. യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥഃ. പരാക്രമിയായ യുധാമന്യുവും വീര്യവാനും ഉത്തമമായ ഓജസ്സോടുകൂടിയവനുമായ അഭിമന്യുവും ദ്രൗപദി പുത്രന്മാരും എല്ലാം മഹാരഥന്മാരാകുന്നു. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇനി നമ്മുടെ സൈന്യത്തിൽ വിശിഷ്ടന്മാരായി ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ അങ്ങയോട് പറയാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ആചാര്യനായ അങ്ങും ഭീഷ്മരും കർണനും കൃപാചാര്യരും അങ്ങയുടെ പുത്രനായ അശ്വത്ഥാമാവും വികർണനും സൗമദത്തിയും ഉണ്ട്. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഇനിയും അനേകം ശൂരവീര പരാക്രമികൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട്. അപ്പോ ഒന്നാം അധ്യായത്തില് 9 വരെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. സഞ്ജയൻ വന്നിട്ട് യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വന്ന സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതാണ് ഈ ശ്ലോകങ്ങൾ. എങ്കിലും അതിലിപ്പോ പറഞ്ഞത് ദുര്യോധനൻ വന്നിട്ട് തന്റെ ആചാര്യനായ ദ്രോണാചാര്യരോട് പറയുന്ന രീതിയിലാണ് സഞ്ജയൻ ഇത് ധൃതരാഷ്ട്രരോട് പറഞ്ഞത്. ആദ്യം തന്നെ ദുര്യോധനൻ മറ്റ് പാണ്ഡവ പക്ഷത്ത് ആരൊക്കെയാണ് മഹാരഥന്മാരായിട്ടുള്ളത്, ഭീമനെയും അർജുനനെയും എടുത്തു പറയുന്നില്ല. ഭീമ അർജുനൻ അവർക്ക് രണ്ടുപേർക്കും തുല്യരായിട്ടുള്ള ഇത്രയൊക്കെ മഹാരഥന്മാര് പാണ്ഡവ പക്ഷത്തുണ്ട് എന്നും, അതേപോലെ തന്റെ പക്ഷത്ത് അതായത് കൗരവ പക്ഷത്ത് ആരൊക്കെയാണ് ഉള്ളത് എന്നതും അദ്ദേഹം ചുരുക്കി വിവരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? 9 വരെ ശ്ലോകങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ 10ാമത്തെയും 11ാമത്തെയും ശ്ലോകങ്ങൾ കൂടെ ദുര്യോധനനാണ് സംസാരിക്കുന്നത്. ദുര്യോധനൻ പറയുന്നതായിട്ടാണ് ഇദ്ദേഹം സഞ്ജയൻ വന്നിട്ട് ധൃതരാഷ്ട്രരോട് പറയുന്നത്. 10ാമത്തെ ശ്ലോകം രേഖാജി മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. അപര്യാപ്തം തതസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ദുര്യോധനൻ പറയുകയാണ്, രണ്ട് ഭാഗത്തുള്ള സൈന്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ദുര്യോധനൻ പറയുകയാണ്, അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം.
അതായത് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപര്യാപ്തം, അപര്യാപ്തമാണ്. തത് അസ്മാകം, നമ്മുടെ അത്. ഏത്? ബലം. ബലം എന്ന് പറഞ്ഞാല് സൈന്യം. നമ്മുടെ ഈ സൈന്യം അപര്യാപ്തമാണ്. ഏത് സൈന്യം? ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഈ സൈന്യം അപര്യാപ്തമാണ്. ദുര്യോധനൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വന്ന് പറയുകയാണ് ഈ ഒരു കാര്യം കൂടെ. ഭീഷ്മരാൽ പരിരക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ബലം എന്ന് പറഞ്ഞ സൈന്യം. അപര്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, അതിന്റെ വിശദമായിട്ട് അർത്ഥം പറയാം. തത് അസ്മാകം, അതാണ് തദസ്മാകം. ആ സൈന്യം, ആ നമ്മുടെ ബലം എന്ന് പറഞ്ഞ സൈന്യം. തത് അസ്മാകം ബലം, നമ്മുടെ ആ സൈന്യം അപര്യാപ്തമാണ്. ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആ സൈന്യം അപര്യാപ്തമാണ് എന്ന് ദുര്യോധനൻ പറയുന്നു. അതിനുശേഷം പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു. പര്യാപ്തം തിതമേദേശ ബലം ഭീമാഭിരക്ഷിതം. എന്നാൽ ഇതാകട്ടെ പര്യാപ്തം തത് ഇതമേദേശം തിതമേദേശം, ഈ എന്താ പറയാ, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ സൈന്യമാകട്ടെ, ആരുടെ? പാണ്ഡവരുടെ സൈന്യമാകട്ടെ, അത് പര്യാപ്തമാണ്. ഇതം തു, അതാണ് ത്വിതം മേദേശാം എന്ന് വരുന്നത്. തു ഇതം പ്ലസ് ഏദേശാം, ത്വിതമേദേശാം. അതായത് ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവരുടെ സൈന്യം പര്യാപ്തമാണ് എന്നും ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തമാണ് എന്നും ദുര്യോധനൻ വന്ന് തന്റെ ആചാര്യനായ ദ്രോണാചാര്യരോട് പറയുകയാണ്. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ഇതിന് വ്യാഖ്യാതാക്കൾ 2 തരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. ആദ്യത്തെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ അപര്യാപ്തമാണ്, നമ്മുടെ ഈ സൈന്യം അപര്യാപ്തമാണ്. ഭീമസേനൻ, അവിടെയുള്ള മഹാരഥന്മാരൊക്കെ കുറെ വിശദമായിട്ട് പറഞ്ഞല്ലോ ആദ്യം തന്നെ. വലിയ വലിയ മഹാരഥന്മാരൊക്കെ ഉണ്ട്. അതില് ഭീമനും അർജുനനെയും എടുത്തു പറയുന്ന പോലില്ല, അവർക്ക് തുല്യരായ എന്നാ പറയുന്നത്. അവരെ ഒറ്റയ്ക്ക് ഒരു യുദ്ധമൊക്കെ ജയിക്കാൻ തക്ക ശേഷിയുള്ള ആളുകളാണ് ഈ ഭീമനും അർജുനനും. അർജുനൻ തന്നെ മുൻപ് വിരാട രാജധാനിയിൽ വെച്ചിട്ട് ഇവർ ഈ അജ്ഞാതവാസം കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പറയണ ഈ കൗരവ സൈന്യത്തെ മുഴുവനും ഒറ്റയ്ക്ക് നേരിട്ടിട്ട് യുദ്ധം ജയിച്ച ആളാണ് അർജുനൻ. അപ്പോ അങ്ങനെയുള്ള അർജുനനും ഭീമനും സമന്മാരായ അനേകം മഹാരഥന്മാർ ആ ഭാഗത്തുണ്ട്. അപ്പൊ നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്, അവരുടെ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന അവരുടെ സൈന്യം പര്യാപ്തമാണ് എന്നുണ്ട്. അതല്ലാതെ മറ്റൊരർത്ഥം കൂടെ പറയുന്നുണ്ട്. അതായത് അപര്യാപ്തം എന്ന് പറഞ്ഞാല് അപരിമേയം, അളവറ്റതാണ് എന്ന അർത്ഥത്തിലും കൂടെ പറയുന്നുണ്ട്. നമ്മുടെ സൈന്യം അപര്യാപ്തം, ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അളവറ്റതാണ്, ഒരുപാട് വലുതാണ്. എന്നാൽ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവരുടെ സൈന്യം പര്യാപ്തമാണ്, ചെറുതാണ് എന്ന രീതിയിലും നിങ്ങളുടെ കയ്യിലുള്ള ഗീതാ പുസ്തകത്തിൽ ഇതിലേതെങ്കിലും ഒരു രീതിയിലാവാം പറയുന്നത്. പല വ്യാഖ്യാതാക്കളും പല രീതിയിൽ ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും പറയേണ്ടി വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ശ്ലോകത്തിൽ ആർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ജയദ്രഥന്റെ പേര് വന്നില്ലല്ലോ എന്ന്. അതുപോലെ ചില പുസ്തകങ്ങളിൽ ഈ ഒരു അർത്ഥത്തിലും ഇത് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ മിക്ക ഗീതാ പുസ്തകങ്ങളിലും ആദ്യം പറഞ്ഞ അർത്ഥമാണ്, നമ്മുടെ സൈന്യം അപര്യാപ്തമാണ്, അവരുടേത് പര്യാപ്തമാണ്, എന്ത് നേരിടാൻ പര്യാപ്തമാണ് എന്ന രീതിയിലാണ് പൊതുവെ ഇതിന്റെ അർത്ഥം പറഞ്ഞു കാണുന്നത്. എന്നാലും ചില പുസ്തകങ്ങളിൽ തിരിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇനി രണ്ടാമത് പറഞ്ഞ രീതിയിലാണെന്ന് വെച്ചോ, അളവറ്റതാണ് നമ്മുടെ സൈന്യം, മറ്റേത് ചെറുതാണ് എന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ വരാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. മഹാഭാരതം 18 പർവ്വങ്ങളാണ്, അറിയാലോ. അതുപോലെ ഇവിടെ ഈ സൈന്യം ആകെ 18 അക്ഷൗഹിണി പടകളാണ് ഉള്ളത്. 11 പടകള് കൗരവന്മാരുടെ പക്ഷത്തുണ്ട്, പാണ്ഡവന്മാരുടെ പക്ഷത്ത്
എത്രയായിരിക്കും ബാക്കി? 7 അക്ഷൗഹിണി പട മാത്രമേ പാണ്ഡവന്മാരുടെ പക്ഷത്ത് ഉള്ളൂ. മനസ്സിലായ? 11 അക്ഷൗഹിണി പടകള് കൗരവ പക്ഷത്തുണ്ടെങ്കിൽ പാണ്ഡവ പക്ഷത്ത് 7 മാത്രമേ ഉള്ളൂ. അപ്പൊ ആ നിലക്ക് നോക്കിയാല് ഒന്ന് വളരെ എന്താ പറയാ അളവറ്റതാണ്, ഒരുപാട് വലുതാണ് കൗരവ പക്ഷം, പാണ്ഡവ പക്ഷം ചെറുതാണ്. പക്ഷെ ആ 7 ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ സൈന്യം കൂടെ എന്താ പറയാ ആ 11 കൗരവ പക്ഷത്തുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ചോയ്സ് കൊടുക്കുന്നുണ്ട് കൗരവന്മാർക്കും പാണ്ഡവർക്കും ഏതാണ് വേണ്ടത് എന്ന കാര്യത്തിൽ. അതൊരു കഥയാണ്, വലുതായിട്ടുള്ളൊരു കഥയാണ്, അതിപ്പോ ചുരുക്കി പറയാം. ഏതാണ് വേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ദുര്യോധനൻ ചാടിക്കേറി ആ പടയെ അങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു അക്ഷൗഹിണി പട, ഭഗവാന്റെ ഒരു പടയെ അങ്ങനെ ദുര്യോധനൻ ചോദിച്ചു വാങ്ങും. അർജുനന് ഭഗവാനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അർജുനൻ ഭഗവാനെ മാത്രം കൂടെ നിർത്തും. തിരിച്ചു വന്ന സമയത്ത് ഇവിടുന്ന് ആരൊക്കെയോ ചീത്ത പറയുന്നുണ്ട്, നിനക്ക് ഭഗവാനെ ആയിരുന്നോ വേണ്ടത്, കൃഷ്ണനെ ആയിരുന്നോ വേണ്ടിയിരുന്നത്, അതോ ഈ ഒരു പടയായിരുന്നോ വേണ്ടിയിരുന്നത്? ദുര്യോധനൻ വലിയ ജയിച്ച ഭാവത്തിലാണ് വന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഇവിടുന്ന് ചീത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ലോ ചെയ്യേണ്ടത്, ഭഗവാനെയല്ലേ ശ്രീകൃഷ്ണനല്ലേ കൂടെ കൂട്ടേണ്ടിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബുദ്ധിയുള്ള ആൾക്കാർ. പക്ഷെ അതൊന്നും ദുര്യോധനൻ അറിയില്ല. അദ്ദേഹം കൃഷ്ണന്റെ ആ ഒരു അക്ഷൗഹിണി പടയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 11 അക്ഷൗഹിണി പടകളാണ് കൗരവ പക്ഷത്തുള്ളത്. അതേസമയം പാണ്ഡവ പക്ഷത്ത് 7 അക്ഷൗഹിണി പട മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ഈ ഒരു അക്ഷൗഹിണി പട എന്ന് പറഞ്ഞാല്? 21,870 ആനകള്, 21,870 ആനകൾ, അത്രയും തേരുകൾ, അതിന്റെ 3 ഇരട്ടി കുതിരകൾ, പിന്നെയോ അതിന്റെ 5 ഇരട്ടി കാലാളുകൾ, ഇത്രയും ചേർന്നതാണ് ഒരു അക്ഷൗഹിണി പട എന്ന് പറഞ്ഞാല്. ചെറിയ സൈന്യമൊന്നല്ല കേട്ടോ. ഒരു അക്ഷൗഹിണി പട എന്ന് പറഞ്ഞാൽ തന്നെ 21,870 ആനകൾ ഉണ്ട് എന്ന് പറഞ്ഞാല് 11 അക്ഷൗഹിണി പടയിൽ എത്ര ഉണ്ടാവും ആനകള്? ആ ഒരു അക്ഷൗഹിണി പടയിൽ തന്നെ 21,870 ആനകളുണ്ട്. അതേ അളവില് കുതിരകളുണ്ട്, പിന്നെയോ അതിന്റെ തേരുകളുണ്ട്, അതിന്റെ 3 ഇരട്ടി കുതിരകളുണ്ട്, അതിന്റെ 5 ഇരട്ടി കാലാളുകളുണ്ട്, സാധാരണ യോദ്ധാക്കളുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള 11 അക്ഷൗഹിണി പടകളാണ് കൗരവ പക്ഷത്ത്, 7 പാണ്ഡവ പക്ഷത്ത്. ഇതൊക്കെ നിരന്നിരിക്കുന്ന യുദ്ധഭൂമിയാണ് ക്ഷേത്ര ഭൂമി. കാണേണ്ടത് 2 ഭാഗത്തുമായിട്ട് നിരന്നിരിക്കുന്ന പാണ്ഡവ പക്ഷവും കൗരവ പക്ഷവും, അവരെ പറ്റി വന്ന് പറയുന്ന ദുര്യോധനൻ ദ്രോണാചാര്യരോട് വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണണം. എന്നാലേ നമുക്ക് ആ കഥയിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റും. തുടക്കത്തിൽ ഇത് കഥ തന്നെയായിട്ട് തോന്നണം, പിന്നീടാണ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇതിനെ പറ്റിയാണ് വന്നിട്ട് ദുര്യോധനൻ പറഞ്ഞത്. അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ചിതമേദേശാം ബലം ഭീമാഭിരക്ഷിതം. അത് 2 തരത്തിലും അർത്ഥം എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അതും ദുര്യോധനൻ വന്നിട്ട് പറയുന്നതായിട്ടാണ് അടുത്ത ശ്ലോകം. ചൊല്ലിക്കോളൂ രേഖ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാം ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അതായത് അയനേഷു ച സർവേഷു, നമ്മള് അറിയാം യുദ്ധത്തില് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം മഹാഭാരതത്തിലൊക്കെ പല വ്യൂഹങ്ങളായിട്ട് ചമയ്ക്കും ഇവര്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വ്യൂഹങ്ങളായിട്ട് ഈ സൈന്യത്തെ ചമയ്ക്കും. പത്മവ്യൂഹം ഭേദിച്ച അഭിമന്യു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? താമരയുടെ രൂപത്തില്, ഗരുഡന്റെ രൂപത്തില്, അങ്ങനെ പല രൂപത്തില് ഓരോ വ്യൂഹങ്ങൾ ഉണ്ടാകും. അതാണ് ഈ അയനേഷു എന്ന് പറയുന്നത്, ആ വ്യൂഹ മാർഗങ്ങൾ. അയനേഷു ച സർവേഷു, എല്ലാ വ്യൂഹങ്ങളുടെയും മാർഗങ്ങൾ എല്ലാം തന്നെ യഥാഭാഗം അവസ്ഥിത, അതാത് സ്ഥാനത്ത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നുകൊണ്ട് യഥാഭാഗം അവസ്ഥിത, ആ യഥാസ്ഥലത്ത് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഭീഷ്മമേവാഭിരക്ഷന്തു,
ഭീഷ്മരെ തന്നെ നിങ്ങൾ രക്ഷിക്കണം, എല്ലാ പ്രകാരത്തിലും രക്ഷിക്കണം. ആരൊക്കെ? ഭവന്തഃ സർവ ഏവഹി. ഭവാനും, അതായത് ദ്രോണാചാര്യരോടാണല്ലോ പറയുന്നത്. ഭവാനും പിന്നെ എല്ലാവരും ചേർന്ന് ഭീഷ്മരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. അതായത് നമ്മുടെ സൈന്യാധിപനാണ് ഭീഷ്മർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സൈന്യാധിപർ അവസാനം വരെ ഉണ്ടാകണം, അതൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഭീഷ്മർ ഭയത്തിന്റെ പ്രതീകമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭീഷ്മരെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് അദ്ദേഹം ആ 3 കന്യകമാരെ തട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരു രാജാക്കന്മാരും എതിർക്കാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ തുടക്കത്തിലുള്ള ആ ഒരു ഭാഗം കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭീഷ്മരെ പേടിച്ചിട്ട് കുറെ ആൾക്കാർ യുദ്ധത്തിൽ നിന്ന് ഒന്ന് പുറകോട്ട് മാറുകയോ അല്ലെങ്കിൽ ധൈര്യം ചോർന്നു പോകുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ ഭീഷ്മരെ നിങ്ങൾ എല്ലാവരും കൂടെ രക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം. രേഖ ഒന്നുകൂടെ ശ്ലോകം ചൊല്ലിക്കോളൂ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു, എല്ലാ വ്യൂഹമാർഗങ്ങളിലും നിന്നുകൊണ്ട്, യഥാഭാഗം അവസ്ഥിത, യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട്, അത് അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട്, ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മരെ എല്ലാ തരത്തിലും രക്ഷിക്കണം. ഭവന്തഃ സർവ ഏവഹി, എല്ലാവരും, ഭവാനും ദ്രോണാചാര്യരായ അങ്ങും പിന്നെ എല്ലാവരും ചേർന്ന് ഭീഷ്മർക്ക് ഒന്നും വരാതെ നോക്കണം എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അടുത്ത ശ്ലോകം. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വിദ്ധിഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദധ്മൗ പ്രതാപവാൻ. അപ്പോ ഇങ്ങനെയൊക്കെ ദുര്യോധനൻ പറയുന്ന കേട്ട സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹ. തസ്യ അവന്, സഞ്ജനയൻ ഉണ്ടാക്കിക്കൊണ്ട്, ഹർഷം സന്തോഷം, അവന് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട്. ആർക്ക്? ദുര്യോധനന്. ദുര്യോധനൻ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് കണ്ടിട്ട് അവന്, തസ്യ എന്ന് പറഞ്ഞ അവന് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട്, തസ്യ സഞ്ജനയൻ ഹർഷം, ഹർഷം എന്ന് പറഞ്ഞ സന്തോഷം, സഞ്ജനയൻ ഉണ്ടാക്കിക്കൊണ്ട്, തസ്യ അവന് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട്, കുരുവൃദ്ധ പിതാമഹ, കുരുവംശത്തിലെ വയോധികനായ പിതാമഹൻ, മുത്തച്ഛൻ, അതാരാണ്? ഭീഷ്മാചാര്യർ. അദ്ദേഹം സിംഹനാദം വിനദ്യോച്ചൈ, സിംഹനാദം വിനദ്യ ഉച്ചൈഹി, സിംഹത്തെ പോലെ ഉച്ചത്തിൽ അലറിയിട്ട്, സിംഹനാദം വിനദ്യോച്ചൈ, സിംഹത്തെ പോലെ ഉച്ചത്തിൽ അലറിയിട്ട്, ശംഖം ദധ്മൗ പ്രതാപവാൻ, ശംഖിനെ വിളിച്ചു. ശംഖൂതുവല്ലോ അല്ലെ, ശംഖൂതെന്ന് കേട്ടിട്ടില്ലേ? അപ്പോ ഇവിടെ യുദ്ധം ഇങ്ങനെ എന്താ പറയാ, ദുര്യോധനൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ആചാര്യനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ ഈ ഭീഷ്മർക്ക് തോന്നി ഇവൻ എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു പേടിയൊക്കെ ഉള്ളത് പോലെ തോന്നി. ശരി, ഇനി അധികം വൈകിക്കൊന്നും വേണ്ട, യുദ്ധം തന്നെ അങ്ങ് തുടങ്ങിയേക്കാം എന്നുള്ള നിലയ്ക്ക് യുദ്ധം തുടങ്ങാനുള്ള ഒരു തുടക്കമായിട്ട് ഭീഷ്മര് ശംഖ് മുഴക്കുകയാണ്. അപ്പൊ ശംഖ് മുഴക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാം, ഈ പട്ടാളക്കാരൊക്കെ എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ ആക്കുന്ന കാണാം. പോലീസുകാർ ലാത്തി ചാർജിന് മുമ്പ് ഒക്കെ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുത്തിട്ട് അങ്ങ് പറയും. അത് കൂടെ ഉള്ളവരെ ഒന്ന് ഉത്സാഹപ്പെടുത്താൻ, അവരെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അതേമാതിരി ഇവിടെ ശംഖ് മുഴക്കുന്നതിന് മുമ്പായിട്ട് ഉച്ചത്തിൽ ഒന്ന് സിംഹത്തെ പോലെ അലറും ഭീഷ്മാചാര്യർ. അതിനുശേഷമാണ് ശംഖ് മുഴക്കുന്നത്. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധ്മൗ പ്രതാപവാൻ. അവിടെ പ്രതാപവാൻ എന്നുള്ള ഒരു വാക്കും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഭീഷ്മര്
നമ്മൾ പറയില്ലേ അയാളുടെ പ്രതാപകാലത്ത് എന്തായിരുന്നു, ഒരാൾക്ക് നേരെ നോക്കി നിൽക്കാൻ പോലും പറ്റില്ല, സംസാരിക്കാൻ പോലും പറ്റില്ല, ആ ഒരു അവസ്ഥയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രതാപവാൻ. അപ്പൊ അതേപോലെ ഇവിടെ ഭീഷ്മരെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് ഒരു പേടിയാണ്, അത്രയും ഒരു ഭയം ഉളവാക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിന്റെ. അങ്ങനെ പ്രതാപവാനായ അദ്ദേഹം ഈ ഈ ദുര്യോധനന്, തസ്യ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുര്യോധനന് ഹർഷം, സന്തോഷം, സഞ്ജനയൻ ഉണ്ടാക്കിക്കൊണ്ട് ആദ്യം തന്നെ സിംഹത്തെ പോലെ, സിംഹനാദം വിനദ്യോച്ചൈ, ഉച്ചത്തിൽ സിംഹത്തെ പോലെ അലറിയിട്ട് ശംഖം ദദ്മൗ, ശംഖത്തെ വിളിച്ചു. ആ ഭീഷ്മർക്ക് ഒരു വിശേഷണം കൂടെ കൊടുത്തു, കുരുവൃദ്ധ പിതാമഹ, കുരുവംശത്തിലെ വയോധികനായ പിതാമഹൻ. മനസ്സിലായോ ആ ശ്ലോകത്തിന്റെ അർത്ഥം? ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അടുത്ത ശ്ലോകം. തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. അപ്പൊ ഭീഷ്മർ ശംഖിനെ മുഴക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തുടർന്ന് എന്തുണ്ടായി എന്നതാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്, അതെല്ലാവർക്കും ഓർമ്മ വേണം. അവിടെ ഒരു ഭാഗം കൗരവരാണ്, മറുഭാഗം പാണ്ഡവരാണ്. ഈ രണ്ട് ഭാഗത്തും അനേക ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടി ആളുകളും ആനകളും തേരുകളും രഥങ്ങളും ഒക്കെ ഇങ്ങനെ നിരന്നിട്ടുണ്ട്. അപ്പൊ അവിടെ യുദ്ധം തുടങ്ങാൻ ഉള്ള ഒരു തയ്യാറെടുപ്പായിട്ട്, തുടങ്ങാൻ പോവുകയാണ് എന്നതിന്റെ മുന്നറിയിപ്പായിട്ട് സ്കൂളിലൊക്കെ ബെല്ലടിക്കില്ലേ, അതേപോലെയൊക്കെ ശംഖനാദം മുഴക്കുകയാണ് ഭീഷ്മർ എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷ്മർ സിംഹത്തെ പോലെ അലറിയിട്ട് ശംഖനാദം മുഴക്കിയ ഉടനെ തന്നെ എന്തായി? തഥ തുടർന്ന് ശംഖാശ്ച ഭേര്യശ്ച, ശംഖുകൾ, പിന്നെ ഭേരികൾ, പണവ ആനക ഗോമുഖാഹ, പണവങ്ങൾ, ആനകങ്ങൾ, ഗോമുഖങ്ങൾ. പണവങ്ങൾ, ആനകങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് ചെറിയ ഡ്രമ്മുകള്, വലിയ ഡ്രമ്മുകള്, മദ്ദളം, ഗോമുഖം എന്നൊക്കെ പറഞ്ഞാൽ മദ്ദളം പോലുള്ളത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങള് പട്ടാളക്കാരുടെ കയ്യിലൊക്കെ നമ്മൾ കാണാലോ, അവരുടെ റൂട്ട് മാർച്ചിലൊക്കെ കാണാം പലതരത്തിലുള്ള ഉപകരണങ്ങൾ. അതുപോലെ ഈ യോദ്ധാക്കൾക്ക് വീര്യം പകരാനായിട്ട് യുദ്ധഭൂമിയിലും ഇതുപോലുള്ള ഒരുപാട് ഉപകരണങ്ങൾ, അവരെ ഒന്ന് ഇളക്കി വിടണം, അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കും. അപ്പോ ഭീഷ്മാചാര്യർ ശംഖനാദം മുഴക്കിയ ഉടനെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് തഥ തുടർന്ന് ശംഖാശ്ച ഭേര്യശ്ച, ശംഖുകളും ഭേരികളും പണവങ്ങളും ആനകങ്ങളും ഗോമുഖങ്ങളും ഒക്കെ മുഴക്കാൻ തുടങ്ങി. സഹസൈവാഭ്യഹന്യന്ത, എല്ലാം സഹസൈവാഭ്യ, എല്ലാം ഒന്നിച്ച് ഒരേ സമയത്ത് എല്ലാം കൂടെ ഉടനെ തന്നെ അഭ്യഹന്യന്ത മുഴക്കി തുടങ്ങി. സഹസൈവാഭ്യഹന്യന്ത, സഹസൈവാഭ്യഹന്യന്ത, ഒരേ സമയത്ത് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് മുഴക്കി തുടങ്ങി. സശബ്ദസ്തുമുലോ ഭവത്, സഹ ശബ്ദ, ആ ശബ്ദം, തുമുലഹ എല്ലായിടത്തും, അഭവത് ഭവിച്ചു, എല്ലായിടത്തും എല്ലാ ദിക്കുകളും നാനാ ദിക്കുകളിലും ഈ ശബ്ദം ആകെ ഇങ്ങനെ എന്താ പറയാ, എല്ലായിടത്തു നിന്നും ഈ ശബ്ദം ഇങ്ങനെ പ്രതിധ്വനിച്ചു. അപ്പോ ഭീഷ്മാചാര്യര് ശംഖ് മുഴക്കിയ ഉടനെ ആ കൗരവ പക്ഷത്തുള്ള എല്ലാവരും കിട്ടിയ ഉപകരണങ്ങളൊക്കെ എടുത്ത് ഒരേ സമയത്ത് എല്ലാവരും അങ്ങ് മുഴക്കി തുടങ്ങി. ശേഷം ശംഖാശ്ച ഭേര്യശ്ച, ശംഖുകളും ഭേരികളും പണവങ്ങളും ആനകങ്ങളും ഗോമുഖങ്ങളും ഒക്കെ മുഴക്കി തുടങ്ങി. സഹസൈവാഭ്യഹന്യന്ത, എല്ലാം ഒരേ സമയത്ത്, സഹസൈവാഭ്യ, എല്ലാം ഒരേ സമയത്ത് ഒരുമിച്ചാണ് അഭ്യഹന്യന്ത മുഴക്കിയത്. സശബ്ദ, ആ ശബ്ദം കൊണ്ട് തുമുലോ ഭവത്, എല്ലാ ദിക്കുകളിലും നാനാ ദിക്കുകളിലും അത് ആ ശബ്ദം പ്രതിധ്വനിച്ചു, എല്ലായിടത്തും അതിങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. അതായത് ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കൂട്ടിയിട്ട ഒരു മുറിയിലേക്ക് കുറെ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു അവസ്ഥയിലായി അപ്പൊ അവിടെ സംഭവിച്ചത് അർത്ഥം. അതായത് ഇവരൊക്കെ ഒരു അസുര ആ ഒരു ചിന്താഗതിയുള്ള ആളുകളാണ് എന്നതുകൂടെ ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. അവർക്ക് ഒരു എന്താ പറയാ, ഒരു നിയന്ത്രിതമായ ഒരു രീതിയിലല്ല അവിടെ ഇതൊക്കെ മുഴക്കപ്പെട്ടത് എന്നതുകൂടെ ആ ഒരു ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം.
അടുത്ത ശ്ലോകം. തതശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. ഇനി അടുത്ത ശ്ലോകം. നമ്മള് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു, രഥകൽപ്പന എന്ന് പറഞ്ഞിട്ട്, അല്ലെ? ആ രഥകൽപ്പന ഒന്നുകൂടെ ഓർത്തോളൂ. ഇവിടെ ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. തഥ, അതിനുശേഷം, തുടർന്ന്, ശ്വേതൈർ ഹയർ യുക്തൈ, ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുപ്പ്, ശ്വേതൈഹി വെളുത്ത നിറത്തോടു കൂടിയ, ഹയൈഹി കുതിരകളെ, യുക്തേ പൂട്ടിയ, മഹതി സ്യന്തനേ സ്ഥിതൗ മഹത്തായ തേരിൽ ഇരുന്നു കൊണ്ട്, വെളുത്ത കുതിരകളെ പൂട്ടിയ മഹത്തായ സ്യന്തനെ തേരിൽ, സ്ഥിതൗ ഇരുന്നു കൊണ്ട്, മാധവ പാണ്ഡവ ച ഏവ, മാധവ പാണ്ഡവശ്ചൈവ, മാധവനും പാണ്ഡവനും. ഇവിടെ മാധവൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്, ഭഗവാനാണ്. പാണ്ഡവൻ എന്ന് പറഞ്ഞാല് എല്ലാ പാണ്ഡവരെയും പാണ്ഡവൻ എന്ന് പറയും, പക്ഷെ ഇവിടെ ഭഗവാന്റെ കൂടെയുള്ള പാണ്ഡവൻ, അതായത് അർജുനൻ. മാധവ പാണ്ഡവ ച ഏവ, അതാണ് മാധവ പാണ്ഡവശ്ചൈവ. ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ, ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കി. തഥ, അതായത് കൗരവപക്ഷത്തെ ആ ഇതൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം, ആ ശബ്ദ കോലാഹലം ഒന്ന് അടങ്ങിയതിന് ശേഷം, കൗരവപക്ഷത്തെ ശബ്ദ കോലാഹലം അടങ്ങിയതിന് ശേഷം പാണ്ഡവ പക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ശ്വേതൈർ ഹയർ യുക്തൈ, വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ, മഹതി സ്യന്തനേ സ്ഥിതൗ, മഹത്തായ രഥത്തിൽ ഇരുന്നു കൊണ്ട്, മാധവനും പാണ്ഡവനും, മാധവൻ എന്ന് പറഞ്ഞാല് ലക്ഷ്മി ദേവിയുടെ വല്ലഭൻ, ലക്ഷ്മി വല്ലഭൻ എന്ന അർത്ഥമുണ്ട്. പിന്നെ അറിവിനെ ധരിച്ചവൻ എന്ന അർത്ഥവും ഉണ്ട് മാധവൻ. അപ്പൊ മാധവനും പാണ്ഡവനും ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ, ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കി. പ്രദധ്മതുഃ എന്ന് പറഞ്ഞ മുഴക്കി. അപ്പൊ ഇവിടെ ആ ഒരു രഥകൽപ്പന ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മള് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വളരെ നിഷ്കളങ്കമായ സ്വാത്വിക ഗുണത്തോട് കൂടിയത് ആയിരിക്കും. അതിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ വെളുത്ത കുതിരകൾ എന്ന ബിംബം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഈ കുതിരകളൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് എന്നും, അവയുടെ കടിഞ്ഞാൺ നമ്മുടെ മനസ്സാണ് എന്നും, ആ തേര് നമ്മുടെ ശരീരമാണ് എന്നും, അവിടെ ജീവാത്മാവായ അർജുനന് ബുദ്ധിയുടെ സ്ഥാനത്ത് ഭഗവാൻ ആണ് ഇരിക്കുന്നത് എന്നും, ഭഗവാനാണ് ആ മനസ്സ് കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്നും നമ്മൾ പഠിച്ചു. ആ ഒരു രംഗമാണ് ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നത്. അപ്പോ ഇവിടെ ആരൊക്കെയാണ് ശംഖ് മുഴക്കിയത് എന്നത് വിശദമായി നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പഠിക്കും. ഈ ശ്ലോകത്തിൽ പറയുന്നത് ആ വെളുത്ത കുതിരകളെ പൂട്ടിയ, തത ശ്വേതൈർ ഹയർ യുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവ ച ഏവ, മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. മനസ്സിലായോ? ഇനി അടുത്ത ശ്ലോകം 15. പാഞ്ചജന്യം ഹൃഷീകേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. ഇനി ആരൊക്കെ ഏതൊക്കെ ശംഖുകളാണ് മുഴക്കിയത് എന്നാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വരുന്നത്. അപ്പോ കൗരവപക്ഷം അവിടെ മുഴക്കി കഴിഞ്ഞു. പാണ്ഡവപക്ഷമാണ് ഇപ്പൊ പറയുന്നത്. പാണ്ഡവപക്ഷത്തില് ഭഗവാനും അർജുനനും കൂടെ വെളുത്ത കുതിരകളെ പൂട്ടിയ തേരിൽ വന്നു, എന്നിട്ട് തങ്ങളുടെ ദിവ്യങ്ങളായ ശംഖങ്ങളെ മുഴക്കി എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത്. ഇനിയിപ്പോ ഈ ശ്ലോകത്തിൽ പറയുകയാണ് പാഞ്ചജന്യം ഋഷികേശഃ, ഋഷികേശൻ അതായത് ശ്രീകൃഷ്ണൻ മുഴക്കിയ ശംഖത്തിന്റെ പേര് പാഞ്ചജന്യം.
പാഞ്ചജന്യം ഋഷികേശഃ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ. അതായത് ആ വാക്കിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചവൻ. ഇന്ദ്രിയ നിയന്ത്രണം. നമ്മളൊക്കെ ചെയ്യുന്നത്, നമുക്ക് എന്താണോ നമ്മുടെ ഓരോ പഞ്ചേന്ദ്രിയങ്ങളും വന്ന് നമ്മളോട് പറയുന്നത് അതൊക്കെ കേട്ട് അതുപോലെ പ്രവർത്തിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പൊ അതിനെയൊക്കെ നിയന്ത്രണത്തിലാക്കിയ ആളാണ് ഋഷികേശൻ. നിങ്ങൾ പറയുന്ന പോലെയല്ല കേൾക്കുക, നമ്മുടെ ബുദ്ധി വിവേകം ഒക്കെ പറയുന്ന പോലെയാണ് കേൾക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം സാധിച്ച, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ആളെ പറയുന്ന പേരാണ് ഋഷികേശൻ. ഇവിടെ ഭഗവാന്റെ പര്യായ പദമായിട്ടാണ് ഋഷികേശൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. എന്താണ് ഈ പാഞ്ചജന്യം? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ പാഞ്ചജന്യം എന്ന്. അപ്പൊ എന്താണ് പാഞ്ചജന്യം? പഞ്ചജനൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. പഞ്ചജനൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഭഗവാൻ ഒരുപാട് അസുരന്മാരെ വധിച്ചിട്ടുണ്ട് എന്ന കഥകൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ? ആ കേൾക്കുന്നതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ആ അസുരന്മാർക്കൊക്കെ മോക്ഷം കൊടുത്തു, സുദർശന ചക്രം ഉപയോഗിച്ച് മോക്ഷം കൊടുത്തു എന്നുകൂടെ പറയാറുണ്ട്. എന്താണ് സുദർശന ചക്രം? സുദർശനം, നല്ല ദർശനം, നല്ല കാഴ്ചപ്പാട്. അപ്പോ ഏതോ ഒരു ശിവകാശിക്കാരൻ വരച്ച ഒരു ഈർച്ചവാള് പോലത്തെ ഒരു ചക്രമൊന്നും അല്ല യഥാർത്ഥത്തിൽ അത്, അല്ലെ? അദ്ദേഹം ഈ ആസുരമായ ആ ഒരു അവസ്ഥയെ ഇല്ലാതാക്കി ആ ആത്മാവിന് നല്ലൊരു കാഴ്ചപ്പാട് നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സുദർശനം. അങ്ങനെ ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. ഇനിയൊരു ജന്മത്തിൽ അയാൾ വളരെ നല്ലൊരാളായിട്ട് ജനിക്കാനാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ സുദർശനം കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ വളരെയധികം ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അസുരനായിരുന്നു പഞ്ചജനൻ. അസുരൻ എന്ന് പറഞ്ഞാല് അവർ ഇന്ദ്രിയ വിഷയങ്ങളിൽ, അതാണ് സത്യം, അതാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഈ കാണുന്ന കാഴ്ചകളും അനുഭവിക്കുന്ന സുഖങ്ങളും ഇതൊക്കെയാണ് എപ്പോഴും നിലനിൽക്കുന്നത്. ഇതാണ് നമുക്ക് നേടേണ്ടത്. പണവും സമ്പത്തും നല്ല കാഴ്ചകളും നല്ല കേൾവികളും അതൊക്കെയാണ് എപ്പോഴും നിലനിൽക്കുക, അതൊക്കെ ആണ് വേണ്ടത് എന്ന് കരുതി അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അതിനു വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ആളുകളാണ് അസുരന്മാര്. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവാം അങ്ങനെ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ, ബുദ്ധിപൂർവം ചിന്തിക്കാതെ, ആലോചിക്കാതെ, ഉള്ളിലുള്ള ഭഗവാൻ എന്ന ആ ഒരു ചൈതന്യത്തെ അറിയാതെ ഇങ്ങനെ പണം ഉണ്ടാക്കണം, പണത്തിലൂടെ സമ്പത്ത് ഉണ്ടാക്കണം, അതിലൂടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, അതൊക്കെ ആസുര ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ. നമുക്ക് പണം വേണം, ജീവിക്കണം, അതിന് ധാർമ്മികമായ ധർമ്മ അർത്ഥ അറിയാലോ, പുരുഷാർത്ഥങ്ങൾ അറിയാലോ. ധർമ്മത്തിലൂടെ നമ്മൾ അർത്ഥം നേടണം. അതിനുശേഷം കാമം, അതിനുശേഷം വാനപ്രസ്ഥം, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെ? അപ്പോ ഗാർഹസ്ഥ്യം, അർത്ഥം നേടിയതിനു ശേഷം ഗാർഹസ്ഥ്യം, അതിനുശേഷം വാനപ്രസ്ഥം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയുക പുരുഷാർത്ഥങ്ങളിൽ. അപ്പൊ ധർമ്മത്തിലൂടെ വേണം അർത്ഥം നേടാൻ, അർത്ഥം നേടിയതിനു ശേഷം വേണം ഗാർഹസ്ഥ്യത്തിലേക്ക് പോകാൻ. അതൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വാനപ്രസ്ഥത്തിലേക്ക് പോകണം. എല്ലാം ത്യജിച്ചിട്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട്. അല്ലാതെ പിന്നെയും നമ്മൾ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് അവരെയൊക്കെ നിയന്ത്രിച്ച് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടെ ജീവിതം മുഴുവൻ നമ്മൾ എന്താ പറയാ കഷ്ടപ്പാട് നിറഞ്ഞതാക്കി മാറ്റാൻ നമ്മൾ നിൽക്കാൻ പാടില്ല. നമുക്കറിയാം, ഇപ്പൊ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ് നമുക്ക് കാട്ടിലേക്കൊന്നും പോവാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒഴിവായി നമ്മൾ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് മാറാൻ തുടങ്ങണം. ആ ഒരു പ്രായമായി കഴിഞ്ഞാല് നമ്മളെല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു, ഗാർഹസ്ഥ്യത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അനുഭവിച്ചു. മക്കൾ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ വിട്ടുകൊടുത്തിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോവാനുള്ള മാനസികമായെങ്കിലും, ബാക്കിയൊന്നും വേണ്ട, എല്ലാം ഉപേക്ഷിച്ച് എവിടെയും കാട്ടിലൊന്നും പോകണ്ട, മാനസികമായി നമ്മൾ ആ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് അല്ലെ? അപ്പോ ഈ അസുരന്മാരെ സംബന്ധിച്ചിട്ട് അവർക്ക് വയസ്സായാലും ശരി, ചെറിയ പ്രായമായാലും ശരി, എന്തായാലും ശരി, അവർക്ക് ഇതൊക്കെ നേടിക്കൊണ്ടിരിക്കണം, അതിലൊരു കുറവ് അവർക്ക് പറ്റില്ല. അപ്പൊ അതാണ് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണാം, വലിയ പല്ലുകളും വലിയ നാവും അല്ലെ, പുറത്തേക്കിട്ട നാവും വലിയ തുറിച്ച കണ്ണുകളും
അല്ലെ? വലിയ ഒരുപാട് കൈകളും ഒരുപാട് തലകളും, അതായത് ഇന്ദ്രിയങ്ങളൊക്കെ ഇവർക്ക് ഒരുപാട് അധികമായിട്ട് കാണിക്കും. അത് യഥാർത്ഥത്തിലുള്ളതാവണമെന്നില്ല. അവരുടെ ആ ഒരു അവർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് എന്ന് കാണിക്കാനാണ് ചിത്രങ്ങളിലൊക്കെ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഈ പഞ്ചജനൻ എന്ന് പറഞ്ഞ അസുരൻ എല്ലാവർക്കും ഇങ്ങനെ ഉപദ്രവമൊക്കെ വരുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ ഇദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഇദ്ദേഹത്തിന്റെ പുറകെ ചെല്ലും. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാല് രൂപം മാറിയിട്ട് കടലിനടിയിൽ പോയിട്ട് ഒരു ശംഖിൽ പോയിട്ട് ഒളിക്കും, ഈ പഞ്ചജനൻ എന്ന് പറഞ്ഞ അസുരൻ. അപ്പൊ ഭഗവാൻ പോയിട്ട് ആ ശംഖ് എടുത്തുകൊണ്ടുവന്നിട്ട് ഈ ജനനെ പിടിച്ച് പുറത്തിട്ട് അദ്ദേഹത്തിന് സുദർശന ചക്രം ഉപയോഗിച്ച് മോക്ഷം കൊടുക്കും, അദ്ദേഹത്തെ വധിക്കും, എന്നിട്ട് നല്ല ഇതിലേക്ക് മാറ്റും. അപ്പൊ അങ്ങനെ ആ അസുരനെ വധിച്ച ശേഷം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ ശംഖ്, പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ്. പഞ്ചജനൻ എന്ന അസുരനെ വധിച്ചപ്പോ കിട്ടിയ ഒരു സമ്മാനാണ് ഈ ഒരു ശംഖ്. അതാണ് ഭഗവാന്റെ ശംഖ്. പാഞ്ചജന്യം ഋഷികേശ ദേവദത്തം ധനഞ്ജയ. ധനഞ്ജയൻ എന്ന് പറഞ്ഞ ആരാണ്? അർജുനൻ അല്ലെ? അർജുനന്റെ പര്യായ പദങ്ങളൊക്കെ നമ്മൾ പണ്ട് ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളോട് പറയും, അർജുനന്റെ പര്യായ പദങ്ങൾ പറഞ്ഞോളൂ, രാത്രി പേടിക്കേണ്ട, ഉറക്കം വരുന്നില്ലെങ്കിൽ അർജുനന്റെ പര്യായ പദങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ പറയാറില്ലേ? അതിലൊരു പേരാണ് ധനഞ്ജയൻ. അതിന് വിശദമായ അർത്ഥം അത് പിന്നീട് പറഞ്ഞു തരാം. ധനഞ്ജയൻ അദ്ദേഹത്തിന്റെ ശംഖാണ് ദേവദത്തം. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ ഓർമ്മിച്ചു വെച്ചോളൂ. ഭഗവാന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യം, അർജുനന്റെ ശംഖിന്റെ പേര് ദേവദത്തം. അപ്പൊ ഇവർ ഓരോരുത്തരും ഓരോ ശംഖായിട്ട് മുഴക്കുകയാണ്, അതിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം. മഹാശംഖമായ പൗണ്ഡ്രത്തെ മുഴക്കി. ആരാണ് മുഴക്കിയത്? ഭീമകർമ്മ വൃക്കോദരഃ. ഭീമമായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളായ വൃകോദരൻ. വൃകോദരൻ എന്ന് പറഞ്ഞ വലിയ ഉദരത്തോട് കൂടിയവൻ. ആരായിരിക്കും അത്? ഭീമസേനൻ. അദ്ദേഹം മുഴക്കിയ ശംഖിന്റെ പേര് പൗണ്ഡ്രം. പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം. മഹാശംഖമായ പൗണ്ഡ്രത്തെ മുഴക്കി. ആരാണ് മുഴക്കിയത്? ഭീമകർമ്മ വൃകോദരഃ. ഭീമമായ കർമ്മങ്ങൾ ചെയ്യുന്ന വൃകോദരൻ, വലിയ ഉദരത്തോട് കൂടിയവനായ ഭീമസേനൻ അദ്ദേഹമാണ്. അപ്പൊ 3 പേരുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ച. ആരൊക്കെയാണ് ശംഖുകൾ മുഴക്കിയത്? ആദ്യം പാഞ്ചജന്യം എന്ന ശംഖ് ഭഗവാൻ മുഴക്കി, ഋഷികേശൻ. പിന്നീട് ദേവദത്തം ധനഞ്ജയൻ, അതായത് അർജുനൻ. പിന്നീട് പൗണ്ഡ്രം എന്ന ശംഖ് ഭീമസേനനും മുഴക്കി. അപ്പൊ ഇവിടെ ആരാണ് ആദ്യം തന്നെ ശംഖ് മുഴക്കിയത്? ഭഗവാനാണ് ശംഖ് മുഴക്കിയത്. അപ്പൊ നമ്മൾ ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് ഭഗവാനായിരിക്കണം എല്ലാത്തിന്റെയും തുടക്കം എന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാനിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാണാൻ ചിലരൊക്കെ വണ്ടി ഒന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് തൊട്ട് തലയിൽ വെക്കുന്ന കാണാം, അല്ലെ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നേരിട്ട് ആരുടെയും മുമ്പിൽ ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും മനസ്സിലെങ്കിലും നമ്മൾ ആ ഒരു ഭഗവാന്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് തനിയെ പുറകെ വന്നോളും എന്നാണ് പറയാം. ഇനി ഇവിടെ ഭീമസേനനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, ക്ഷമിക്കണം, ഭീഷ്മരെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഭീഷ്മർ എല്ലാവരെയും പേടിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ നേടുക എന്ന് പറഞ്ഞിരുന്നു, അല്ലെ? അപ്പൊ ഒരു കഥ പറയാം. കഥ കേൾക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? അതോ എല്ലാവരും വലിയ ആൾക്കാരാണോ, മുത്തച്ഛന്മാരായിട്ട് ജനിച്ചവരാണോ? അല്ലല്ലോ, അല്ലെ? നമ്മളൊക്കെ കുട്ടികളായിട്ട് ജനിച്ചവരാണ്, അല്ലെ? അപ്പൊ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. അപ്പൊ ഒരു ചെറിയൊരു കഥയും കൂടെ പറയാം. ഭീഷ്മരെ പറ്റി പറഞ്ഞു, നമ്മൾ എല്ലാരും പേടിപ്പിച്ചടക്കിയിട്ടാണ് ആള് കാര്യങ്ങൾ നേടുക എന്ന് പറയും. മുല്ല നസ്രുദ്ദീനെ പറ്റി കേട്ടിട്ടുണ്ടോ എല്ലാരും? ഉണ്ട്, അല്ലെ? നസ്രുദ്ദീന്റെ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം നസ്രുദ്ദീൻ തന്റെ കുതിരയെയും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ വെളുത്ത കുതിരയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചായ കുടിക്കണം തോന്നി. ചായ കുടിക്കണം തോന്നിയ സമയത്ത് അദ്ദേഹം കുതിരയെ ഒരു ചായക്കടയുടെ മുന്നിൽ കെട്ടിയിട്ടിട്ട് അദ്ദേഹം ചായക്കടയുടെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ചായ കുടിച്ചു, കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു, നാട്ടിലെ കാര്യങ്ങളൊക്കെ, ഇപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് ഈ വെളുത്ത കുതിരയുടെ മേലെ അവിടെയൊക്കെ കറുത്ത ചായം തേച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആകെ ദേഷ്യം വരും. ഇതാരാണ് എന്റെ കുതിരയെ ഇങ്ങനെ കറുത്ത ചായ ഒക്കെ തേച്ചു വെച്ചത്
എന്റെ വെളുത്ത കുതിര എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിച്ചുകൊണ്ടിരുന്ന കുതിരയാണ്, ഞാൻ കിട്ടി, അവനെ ഇപ്പൊ ഞാൻ ശരിയാക്കും, ആരാടാ ഇത് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒച്ചയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോ തൊട്ടടുത്ത കള്ള് ഷാപ്പിന്ന് ഒരു ആജാനുബാഹുവായ ഒരു മനുഷ്യൻ ഇറങ്ങി വരും. അയാൾ ഇറങ്ങി വന്നിട്ട് പറയും, ഞാനാണ് ഈ കറുത്ത ചായം തേച്ചത്, എന്താ പ്രശ്നം ചോദിക്കും. അപ്പൊ മുല്ല പറയും, ഇല്ല, ഒന്നും പ്രശ്നമൊന്നും ഇല്ല, അതിന്റെ ചായം ഫുൾ ആയില്ല, അവിടെ ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്, അതും കൂടെ തേച്ചോളൂ, അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയും. അപ്പൊ അതുപോലെയാണ് ഈ ഭീഷ്മര് കാര്യങ്ങൾ നടത്തുക. അതായത് പേടിപ്പിച്ചിട്ട്. ആ ആജാനുബാഹു ചെയ്തത് തെറ്റാണ്, പക്ഷെ അയാളെ കണ്ട ഉടനെ തന്നെ മുല്ല നസ്രുദ്ദീന് പേടിയായി. അപ്പൊ അദ്ദേഹം നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചു, അല്ലെ? ആ ഒരു സിമ്പലാണ് ഇവിടെ ഭീഷ്മാചാര്യരെയും പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹം ഭയം ജനിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ദുര്യോധനൻ പറഞ്ഞത് എല്ലാവരും എല്ലാ പ്രകാരത്തിലും ഭീഷ്മരെ തന്നെ രക്ഷിക്കണം. അദ്ദേഹം സർവ്വസൈന്യാധിപനാണ് എന്നത് ഒരു കാര്യം. രണ്ടാമത് അദ്ദേഹം ഉണ്ടെങ്കിൽ മറ്റേ സൈന്യത്തിന്, പാണ്ഡവ പക്ഷത്തിന് എന്തായാലും ചെറിയൊരു ഭയം ഉണ്ടാവും എന്നതാണ് അവിടെ ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇന്നെടുത്ത ശ്ലോകങ്ങൾ നോക്കാം. 10ാമത്തെ ശ്ലോകം ഒന്നുകൂടെ പറഞ്ഞോളൂ. അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അയനേഷു ച സർവേഷു യഥാ അപര്യാപ്തം തതസ്മാകം. ചൊല്ലിക്കോളൂ മുഴുവൻ ചൊല്ലിക്കോളൂ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദധ്മൗ പ്രതാപവാൻ തതഃ ശംഖാശ്ച ഭീര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത് തതഃ ശ്വേതൈർഹയൈർയുക്തേ महति स्यन्दने स्थितौ माधवः पाण्डवश्चैव दिव्यौ शङ्खौ प्रदध्मतुः पाञ्चजन्यं हृषीकेशः देवदत्तं धनञ्जयः पौण्ड्रं दध्मौ महाशङ्खं भीमकर्मावृकोदरः. ഇപ്പോ 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ 14ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാനും അർജുനനും തങ്ങളുടെ മഹത്തായ രഥത്തിൽ, വെള്ളക്കുതിരകളെ പൂട്ടിയ മഹത്തായ രഥത്തിലാണ് വരുന്നത്. എന്നിട്ട് ആദ്യം തന്നെ പാണ്ഡവ പക്ഷത്ത് നിന്ന് ശംഖം മുഴക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ കൂടെ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ അറിവായിട്ട് ഭഗവാൻ നമ്മോടൊപ്പമുണ്ട്. വിവേക ബുദ്ധി ആയിട്ട് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഏതൊരു കാര്യത്തിലും നമുക്ക് 2 തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അത് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നത് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കാൻ നമുക്ക് വിവേക ബുദ്ധി കൂടെ തന്നിട്ടുണ്ട്. ആ ഒരു സൂചന കൂടിയാണ് ഭഗവാൻ നമ്മുടെ എന്നത് കാണിക്കുന്നത്. ആഹാരം, നിദ്ര, ഭയം, സന്താനോത്പാദനം, അങ്ങനെ മൈഥുനം എന്ന് പറയും. അങ്ങനെ 4 കാര്യങ്ങൾ മാത്രമേ മൃഗങ്ങൾക്കുള്ളൂ. അതേസമയം മനുഷ്യർക്ക് ഇത് 4 ഉണ്ട്. അതിന്റെ കൂടെ വിവേക ബുദ്ധി കൂടി ഉണ്ട്. അതുകൂടെ സൂചിപ്പിക്കാനാണ് അവിടെ ഭഗവാനെയും കൂടെ കാണിക്കുന്ന. ആ ഒരു തേരും, വെളുത്ത കുതിരകളെ പൂട്ടിയ തേരും, അതിനകത്ത് അർജുനന്റെ കൂടെ ഇരിക്കുന്ന ഭഗവാനെയും സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ
ഈ വിവേക ബുദ്ധി കൂടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം ഉണ്ടാവാം, നിദ്ര ഉണ്ടാകാം, ഭയം ഉണ്ടാവാം, സന്താനോത്പാദനം ഉണ്ടാവാം, കുട്ടികളെ പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ വിവേക ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൃഗങ്ങൾക്ക് തുല്യരായി പോകും. അപ്പൊ അതുകൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് എന്നതുകൂടെ ആ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ 6 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. 10ാമത്തെ ശ്ലോകം മുതൽ 15ാമത്തെ ശ്ലോകം വരെ. എല്ലാവരും അത് ഒന്നുകൂടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ അവിടെ റെക്കോർഡഡ് വീഡിയോ കാണാം. നിങ്ങൾക്ക് അതൊന്നുകൂടെ നോക്കാം, കേൾക്കാൻ പറ്റും. അതല്ലാതെ ഞാൻ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ പറ്റുന്ന പോലെ നോട്ട്സ് അയച്ചു തരാം. അതൊന്ന് നോക്കണം. പിന്നെ എങ്ങനെയാണ് ശ്ലോകങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്നതിനും വ്യക്തമായി അതിന്റെ കൂടെ ഓഡിയോ ഫയലും കൂടെ അയച്ചു തരും. അതൊക്കെ കേട്ടതിന് ശേഷം ശരിക്കും മനസ്സിലാക്കി പഠിച്ചിട്ട് ഞായറാഴ്ച മുതൽ നിങ്ങൾ ശ്ലോകങ്ങൾ ചൊല്ലി അയക്കണം. നാളെ ആരും ചൊല്ലി അയക്കണ്ട, കാരണം നാളെ എനിക്ക് മറ്റൊരു ക്ലാസ് കൂടി ഉള്ളതാണ്. അപ്പോൾ അത് കേൾക്കാനും അഭിപ്രായം പറയാനും സമയം ഉണ്ടാവില്ല. അപ്പൊ ഞായറാഴ്ച മുതൽ നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചൊല്ലി അയക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താലോ, അല്ലെ? അപ്പൊ എല്ലാവരും കൈകൂപ്പിട്ട് ശാന്തി മന്ത്രം ചൊല്ലിക്കോളൂ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നന്ദി. ചേച്ചി ലൈവ് ഒന്ന് ഓഫ് ചെയ്യും.